അങ്ങനെയൊന്നുമില്ല. എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്റെ മുഖത്ത്. അല്ല, എനിക്ക് ടീച്ചറാവാനായിരുന്നു ആഗ്രഹം. ഇതിപ്പോ അതല്ലല്ലോ. നോക്ക്, ഒരു സർക്കാർ പണി കിട്ടാനാണ് എല്ലാരും ആഗ്രഹിക്കുന്നത്. അത് കിട്ടിയിട്ട് ഇങ്ങനെ മുഖം പൂരിപ്പിച്ച് കുത്തിരിക്കാന്ന് പറഞ്ഞാൽ ശരിയില്ലട്ടോ. എന്നാലും ഇതൊക്കെ ഈ കള്ളുകുടിയന്മാരുടെ ഇടയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എനിക്കിനി ബോണസ് കിട്ടൂ, വയസ്സായ പെൻഷൻ കിട്ടൂ. ഇതൊക്കെ ആർക്കാ കിട്ടിയ വരെ? അതൊക്കെ ശരിയാണ്. പക്ഷെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഇവിടത്തെ കാര്യം അറിയാലോ. ആരിന്റെ കാര്യ പറയണേ? ആ ഒന്നിക്ക് നോക്കണ്ട. ഇതിപ്പോ രണ്ടുപേരും 24 മണിക്കൂറും ബിവറേജിൽ തന്നെ ആവും അവസാനം. അങ്ങനെ നോക്കണ്ട. ഈ ജോലിക്കാ പോണേ. ഓനവിടെ പൈസ അങ്ങോട്ട് കൊടുക്കാൻ പോവുക. അനക്കവിടെ പോയി പണിയെടുക്കണേ ഗവൺമെന്റ് ഇങ്ങോട്ട് ശമ്പളം തരൂ. അതാണ് ഈ നോക്കണ്ടേ. എന്നാലും ഇതൊക്കെ ഈ കള്ളുകുടിയന്മാരൊക്കെ വന്ന് അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കുവോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ നീ കണ്ടില്ലേ, അവിടെ ഇരുമ്പിന്റെ ഒരു മറ്റേ ഗ്രില്ലൊക്കെ ഇട്ടൊരു ഇതാണ്. അതിനുള്ളിൽ കൂടെ 2 തുളയുണ്ട്. ആ തുളയിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് എന്താ വണ്ടിയെന്ന് ചോദിക്കുക. അപ്പൊ ഒരു പൈസ ഒരു ഉള്ളിൽ കൂടെ അങ്ങോട്ട് കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ. അവിടെ പോവാറുണ്ടോ? ഞാനോ? ഞാൻ തൊട്ടിപ്പുറത്ത് കോഴിപ്പീടിയാണല്ലോ. കോഴിപ്പീടിയെ പോകുമ്പോ ഇങ്ങനെ കാണും ഓരോരുത്തർ ഇങ്ങനെ കച്ചര. ഒരു പുറത്തുനിന്ന് കച്ചര കണ്ട ഉമ്മക്ക് യാതൊരു പ്രശ്നം. നമ്മുടെ ഉള്ളിലല്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോ അതൊന്നല്ല എനിക്ക് ഏറ്റവും പേടി. ഈ ജോലി കിട്ടിയെന്നും പറഞ്ഞ തുള്ളിക്കൊണ്ട് നടക്കാണ് അങ്ങേര്. അവിടുന്ന് ഇനിയിപ്പൊ ആ കുപ്പി കൊണ്ടുപോവാ, ഈ കുപ്പി കൊണ്ടുപോവാ. നിക്കണ്ടെന്ന് പറഞ്ഞ ഇവിടെ സ്വൈര്യം ഉണ്ടാവൂല. പറ്റൂലെന്നുണ്ട് പറഞ്ഞേക്കണോ? അങ്ങനെ കുപ്പി അങ്ങോട്ട് കൊണ്ടുകൊടുക്കുക. ആ സമ്പ്രദായം നിൽക്കണ്ട. അത് പിന്നെ ഓന്റെ ചങ്ങായിമാർക്കൊക്കെ കൊടുക്കേണ്ടി വരും. അതേന്നെ എനിക്കറിയാം. ഇവരൊക്കെ എന്നോട് ഇത് ചോദിക്കും. ഓനുമാണെങ്കിൽ അവിടെ ഒന്ന് മേടിച്ചോളാൻ പറയോ അവനോട്. ഉണ്ണി പറയും, അതുപോലെ അനുസരിച്ചാ മതി. ബീവറേജിന്റെ ഒരു ഒഴിവുണ്ട്. അതിൽ നീ ആ തസ്തിക പാസ്സായിട്ട് ബീവറേജിന്റെ കൗണ്ടറിൽ ഒന്ന് ഇങ്ങനെ ഇരിക്കണം. വെല്ലുവിളിച്ചിട്ടാവുന്നത്. അതിന്റെ ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞ് പഠിക്കണം. ഒരു പണിയുമില്ല. പ്യാരിന്റെ ഭാര്യ മണ്ടൂര് ജോലി ഏകദേശമായി. എന്തിനു ജീവിക്കുന്നത് ഞാൻ? പിന്നെ ഞാൻ ഒന്നും ചെയ്യൂല. ഞാൻ പറയുന്ന പോലെ പഠിച്ചാ മതി. നീ ഒന്നിച്ചേടി ഇത് PSC പഠിച്ചെടുക്കണം. പരീക്ഷ വന്നാ പാസ്സാവണം. നീ ഞാൻ 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. കല്യാണം ആലോചിച്ച സമയത്ത് എന്റെ അച്ഛൻ പറഞ്ഞ 10 പാസ്സായിന്ന്. ഇവിടെ വരുമ്പോ നീ തോറ്റോ? കുഴപ്പമില്ല. തോക്കലും ജയിക്കലൊക്കെ സാധാരണല്ലേ. നീ PSC പരീക്ഷ പാസ്സായാ മതി. മനസ്സിലായ മോളെ? പറഞ്ഞ കേട്ടോളാ. സാമ്പിള് ഞാനൊരു ചോദ്യം ചെയ്യിക്കും. ഒരു പുള്ളില് എത്ര പെഗുണ്ടാവും? എനിക്കറിയാൻ പാടില്ല. പിന്നെ നിനക്കത് കുന്തറിയത്? ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ചോറിനോ എത്ര ഇടണം? 2 പ്ലഗ്. 2 പെഗ്. നീ അതൊന്നും പറയണ്ട. നീ പറഞ്ഞ പഠിച്ചാ മതി. കുറച്ച് ജനറല് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ചോയ്ക്ക്. ഇതിലുണ്ട് ചിറാപുഞ്ചി. പറഞ്ഞൊന്നും പറ്റൂല. പറയുന്ന പോലെ പഠിച്ചു പാസ്സായിട്ട് അഭിമാനാടാ. പിന്നെ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ സ്വന്തം കല്ല നിക്കണ്. അതിന്റെ ഒരു ത്രാണിയം കണ്ട് നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അതൊന്നും ഈ ചെവി കൊള്ളണ്ട. ഈ ഉസാറായിട്ട് പണിക്ക് പോവുക, ശമ്പളം മേടിക്കാൻ പോരുക. അഭിമാനാണ് ഞമ്മക്ക്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയും കൂടി വന്നുള്ളതിന്. ഉണ്ണിന്റെ അടുത്താണ് കച്ചറ വെക്കണേ. കൊടുകൊള്ളു കൂടിയോ? കുടിച്ചില്ലെങ്കിൽ നല്ല ചക്കനാ. കുടിച്ചു കഴിഞ്ഞ ഒന്നായിക്കോട്ടെ. എല്ലാരും കണക്കിന് നാട്ടിന്ന് പോയി വെക്കബാ. എന്റെ കൺമുമ്പ് പ്യാരി കരിമോദരം ഒരു ഫുള്ള് കൊടുത്തിട്ട് ഞാനൊക്കെ ഇത് പഠിക്കണം. കണ്ടോ? പഠിച്ച് പാസ്സായി നീ കൗണ്ടർ ജോലിക്കുമ്പോ ഞാനാണൊരു വരുത്തുണ്ട് മോളെ. തല്ലുന്നില്ല ഞാൻ. പഠിക്ക്, കണ്ട് പഠിക്ക്. ജോലിക്കാര് പത്രോസേ പവറ്. നീ പഠിക്ക്. എന്തെത്താ ഈ കാട്ടണേ? എന്തിനാ ഇങ്ങനെ തല്ലണ? ഈ മിണ്ടാൻ പാടില്ല. മിണ്ടരുത്. ബീവറേജ് ജോലിക്ക് കയറാൻ പോകുന്ന പെണ്ണാണ് പഠിച്ചിട്ട്. നാണോ മാനോ ഉൾപ്പില്ലാണ്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നു. ഓള് പഠിച്ച് പാസ്സാവും. അതെന്റെ അഭിമാനാണ്, എന്റെ പ്രശ്നമാണ്. അപ്പൊ അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. ഓക്ക് പഠിപ്പുണ്ട്, അതുകൊണ്ടാണ് ഓൾക്ക് ജോലി കിട്ടിയത്. ഈ 10ാം ക്ലാസ് ജയിക്കാത്ത ഓൾക്ക് എങ്ങനെ ജോലി കിട്ടുക?
എന്ത് മണ്ടത്തരാണ് ഇവർ പറയുന്നത്? അനക്കെന്താ കിട്ടാത്ത സർക്കാർ പണി? അനക്കെന്താ സർക്കാർ പണി? എന്റെ പണിയോ കാര്യങ്ങളോ നിങ്ങൾ നോക്കട്ടെ. ഓള PSC പരീക്ഷ പാസ്സാക്കിക്കും, ബീവറേജ് കൗണ്ട് ഇരുത്തും, ഞാൻ പോയി എന്റെ ആവശ്യത്തിന് കുടിച്ച് ആടക്കടക്കും. അല്ലടേ കച്ചറക്ക് നിൽക്കല്ലോ. ഇവിടെ ചുറ്റുവട്ടത്തെ ആൾക്കാർ താമസിക്കേണ്ടത് എന്നും ഇവിടുത്തെ കച്ചറക്ക് മണ്ടു പറയണ്ട. അടിക്കും. ഇതെന്റെ വീട്, എന്റെ സ്ഥലം, ഇത് ഞാൻ, ഇതെന്റെ ഭാര്യ. വളപ്പിന് പുറത്തോയിക്കൊള്ളണം. എന്റെ വീട്ടമ്മനൊക്കെ കേസ് കൊടുക്കും ഞാൻ. കുടിക്കാൻ വേണ്ടി കുടിക്കുമ്പോണ്ട് പെണ്ണായനോട് ഞാൻ തല്ലും. പക്ഷെ നിങ്ങളെ തല്ലും. ചിലതൊന്നും കഴിയാൻ നന്നാവൂലടാ. മോളെ അണ്ട യോഗം അല്ലാതെ എന്താ പറയാ? നടക്കോട്ട് പറഞ്ഞാ മനസ്സിലാവും. ഏരിയയിൽ കിടക്കാൻ പാടില്ല. ഇന്ത്യയുടെ തലസ്ഥാനം ഒന്നും അറിയില്ല. പഠിച്ചോണ്ടിരിക്കാനാണ് ഈ പറയുന്നത്. കുന്ത പ്യാരീനങ്ങാട്ട് 2 പെഗ് അധികം കഴിക്കുന്നവനാണോ ഞാൻ? അപ്പൊ ആര്യ അർഹൻ? ആര്യർഹൻ? അത് പറഞ്ഞ കാര്യം ഞാൻ SLC പാസ്സാവാണ്ട് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റും. ഇന്ന് ഞാൻ കൊന്നു കളഞ്ഞാലോ എന്നാ ദൈവമേ ആലോചിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ മൃഗം പോട്ടെ. ഇന്ത്യയുടെ ദേശീയ പക്ഷി MCR ആരാ? ഇവിടെ കാശോട് കാണിച്ചു. MCR ആരാ? ചേട്ടാ MCR ആരാ കേട്ടാ? ഏതാ? മാങ്കോ ചില്ലി കൊടുത്തൂടെ. സുഖതാ, നീ എന്തിനാണ് ഇവിടെ നിൽക്കണേ? നിനക്ക് അവിടെ എവിടെയും പോയിരുന്നോ? ഞാൻ ജോലിക്കുന്നില്ലേ? അവിടെ ഞാൻ ഒറ്റയ്ക്ക് പോയിരുന്ന ബോറടിക്കില്ലേ? ഇവിടെ ആകുമ്പോ മുണ്ടിയും പറഞ്ഞിരിക്കാലോ. എന്താണ്? നീ ആ പോസ്റ്റ്മാൻ ചന്ദ്രന്റെ മോനല്ലടാ? ആണെങ്കിൽ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് ചേട്ടൻ അറിഞ്ഞിട്ട് എന്താ മുളകടി ചേരാന്നല്ലോ. അതെ, ഇപ്പോഴത്തെ ചെക്കന്മാരോടൊന്നും പറയണ്ട. എന്താ ഇങ്ങനെ സംസാരിക്കണു? അതാ പറഞ്ഞ മിണ്ടണ്ടാന്ന്. ഞാൻ അവന്റെ അച്ഛനെ കാണട്ടെ. ആരെ? ചന്ദ്രനെ. ചന്ദ്രനെ? ചന്ദ്രൻ അതാക്കി ഇവന്റെ ബാക്കിലൊക്കെ ഉണ്ട്. ബാക്കിലൊക്കെ ഉണ്ട്. ചന്ദ്രനോ? അല്ല, സൂര്യൻ. നീങ്ങി കേട്ടാ. ഇനി അവന്റെ ഏട്ടൻ്റെ ഒരു പൊടിയഞ്ചാമി. അപ്പൊ ഇപ്പൊ കുറച്ചുമ്പോ വാങ്ങിയിട്ടും പോയി. നല്ല ഫാമിലിയാ. കിട്ടണോ? വേണ്ട വേണ്ട, എന്നാ അവിടെ നിന്നിട്ട് കുഴപ്പമില്ല. ഞാൻ ഇവിടെ നിക്കട്ടെ. ഇവിടെ നിന്നതല്ലേ ഇപ്പൊ? നിക്ക് അങ്ങോട്ട്. ഞാൻ ഇവിടെ നിന്നാലേ അവിടെ നിക്കട്ടെ. ആ നിന്നോന്നേ.